അങ്ങനെ ബിഗ് ബോസ് സീസൺ 6 കപ്പ് ഉയർത്തിയിരിക്കുകയാണ്. വേറെ ആരുമല്ല, ജിൻഡോ ആണെന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉള്ളത് ടോപ്പ് 3 ആരൊക്കെ വരുമെന്നായിരുന്നു. കാര്യം ജിൻഡോ കപ്പടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അർജുൻ ആയിരിക്കും സെക്കൻഡ്. തേർഡ് പൊസിഷൻ ഇപ്പം ജാസ്മിൻ ആയിട്ടുണ്ട്. അതിൻ്റെ കൺഫർമേഷൻ ഏകദേശം എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അപ്പം ഇനി എന്തൊക്കെ ബഹളമായിരുന്നു. ജാസ്മിൻ മോക്ക് കപ്പ് കിട്ടും, ജാസ്മിന് തന്നെ കപ്പ് കൊടുക്കൂ. എന്തായാലും സമാധാനമായി കാണുമല്ലോ. ജാസ്മിൻ്റെ ഫാൻസൊക്കെ ഭയങ്കര കരച്ചിലെന്നാണ് കേട്ടത്. ഇതിനകത്ത് വേറൊരു കോമഡി ഉണ്ട്. ഈ പറയുന്ന കണ്ടസ്റ്റൻസിൻ്റെ എല്ലാവരുടെയും ഫാമിലി ആ സെറ്റിനകത്ത് കയറാൻ പറ്റും. അതായത് ഷോ ലൈവായിട്ട് കാണാൻ പറ്റും. കണ്ടസ്റ്റൻസിൻ്റെ ഫാമിലിക്ക് മാത്രമേ ഈ പ്രാവശ്യം എൻട്രി ഉള്ളൂ. അപ്പം എല്ലാവരുടെയും ഫാമിലി ചെന്നപ്പോഴത്തേക്ക് ഓരോരുത്തർ ഈ പറയുന്ന മീഡിയാസിന് ഓരോ ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ജാസ്മിൻ്റെ വാപ്പ മീഡിയാസിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ വന്നൊരു വീഡിയോ ആണ്. നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കാണാം. അപ്പോൾ പറഞ്ഞത് ഈ ഷോ വളരെ മോശമായിരുന്നു, ശപിക്കപ്പെട്ടവളായിട്ട് വന്നത് എൻ്റെ മകളായിരുന്നു എന്ന്. എന്തായാലും പടച്ചവനോട് പ്രാർത്ഥിക്കാം എന്നൊക്കെയുള്ള രീതിയിൽ പുള്ളിക്കാരൻ പറഞ്ഞു എന്നാണ് പറയുന്നത്. എന്തായാലും ഇതിൻ്റെ വീഡിയോ ക്ലിപ്പൊന്നും ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും അവിടുത്തെ അപ്ഡേറ്റ് ആയിരിക്കും ഈ പറഞ്ഞ പുള്ളിക്കാരൻ പറഞ്ഞത്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ പറയത്തുള്ളൂ, അത് നമുക്ക് ഊഹിക്കാമല്ലോ. എന്തൊക്കെ ബഹളങ്ങളായിരുന്നു നിങ്ങൾ ആലോചിച്ചോണം. ഈ ഒരു 100 ദിവസം കൊണ്ട് ഒരു ഷോയ്ക്കകത്ത് പോയിട്ട് എന്തെല്ലാം വിഷയങ്ങളാണ് പുറത്തുണ്ടാക്കിയെന്ന് ആലോചിച്ച് നോക്കുക. എന്തായാലും ഈ ഒരു സീസൺ അറിയപ്പെടുന്നത് എന്താണ്, ഗബ്രി ജാസ്മിൻ എന്ന് പറയുന്ന ഒരു സീസണായി മാറി. അത് അത്രയും അത് തന്നെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. നമ്മൾ കണ്ടതല്ലേ, കാണിച്ചു കൂട്ടിയ തോന്നിവാസങ്ങൾ ചിൽഡ്രൻ ചിലതൊന്നും അല്ല. ഓക്കെ, അപ്പോൾ ഇനിയിപ്പം ജാസ്മിൻ്റെ അന്തം ഫാൻസിൻ്റെ കരച്ചിൽ നമുക്കൊന്ന് കേൾക്കാം. അവറ്റകളുടെ കരച്ചിലൊന്ന് കേട്ടിട്ട് വരാം. പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്യേ, ഞാൻ ടോപ്പ് 2 ജാസ്മിൻ ആവണോന്ന് അങ്ങനെയെങ്കിലും ജാസ്മിൻ ടോപ്പ് 2 എങ്കിലും പറഞ്ഞത് ആഗ്രഹിച്ചു. പ്രത്യേകിച്ച് അർജുൻ കയറി എന്നാ പറയുന്നത്. മറ്റേ ദൈവത്തിന് കണ്ണും മൂക്കും ചെവിയൊന്നും ഇല്ല എന്ന് പറയുന്ന സത്യം തന്നെയാണ്. ഇത്രയും ഒരു ആൾ കഷ്ടപ്പെട്ടിട്ടും ദൈവത്തിന് അതുപോലും കാണാൻ പറ്റിയില്ല. പിന്നെ എനിക്ക് തോന്നുന്നത് അർജുനെ സീപ്പിക്കാൻ നോക്കിയിട്ടുണ്ടാവാം. പക്ഷെ ജിൻഡോയ്ക്ക് കുറച്ചുകൂടെ ഫാൻസ് കൂടുതലുള്ളത് കൊണ്ടും പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് കൊണ്ടുമായിരിക്കാം ജിൻഡോയെ ജയിപ്പിച്ചത് അർജുന് സെക്കൻഡ് പൊസിഷൻ കൊടുക്കുന്നത്. ജാസ്മിൻ തന്നെയാണ് സെക്കൻഡ് പൊസിഷൻ വരേണ്ടതെന്ന് എല്ലാ യൂട്യൂബ് റിവ്യൂവറിനും എല്ലാവർക്കും അറിയാം, എല്ലാ ജനങ്ങൾക്കും അറിയാം. ഇതേപോലത്തെ ഒരു വാഴ ഡാഡേൻ്റെ ഒരു സൈഡിൽ നിൽക്കുന്നു എന്ന് പറയുന്നതും തന്നെ അപമാനമാണ്. വളരെ 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 ഒരു വിലയില്ലാതായിപ്പോയി. കോഴ്സ് PR തന്നെയാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്. PR ഉണ്ടെങ്കിലും നമുക്ക് ഇന്ന് ഫസ്റ്റ് സീസൺ സെക്കൻഡ് സീസൺ ഒഴിച്ച് ബാക്കി സീസണുകളിലൊക്കെ ജയിക്കണമെങ്കിൽ PR വേണം. അത്രമേ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. ജാസ്മിൻ ഇല്ലാതെ പോയത് അതാണ്. കാരണം ജാസ്മിൻ്റെ ഇൻസ്റ്റാ പേജ് ഒന്നും ആരും ഫോളോ ചെയ്യുന്നില്ല, ഒരു വീഡിയോ ഒരു പോസ്റ്റോ ഒന്നും ഇട്ടിട്ടില്ല. ആകെ ഇട്ടിട്ടുള്ളത് ജാസ്മിൻ കയറിയതാണ്. മോഹൻലാലുമായിട്ട് സംസാരിച്ച് വീണത് കയറുന്നതിന് മുന്നേ ഉള്ള മോഹൻലാലുമായിട്ടുള്ള ഫോട്ടോ ഒഴിച്ച് വേറെ ഒന്നും ഇട്ടിട്ടില്ല. പക്ഷേ ബാക്കിയുള്ളവർക്കൊന്നും അങ്ങനെയല്ല. അതൊക്കെ PR ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇത്രയും പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ അത് അവളുടെ വിജയം തന്നെയാണ്, നമ്മുടെ വിജയം തന്നെയാണ്. ഓക്കെ, അപ്പം ഈ പറയുന്ന ജാസ്മിന് കപ്പ് കിട്ടിയില്ലെങ്കിൽ അടുത്ത് ഒരു വാഴയായിട്ടുള്ള അർജുൻ എന്തിനാണ് പിടിച്ചിർത്തിയെന്നുള്ള രീതി സംസാരിക്കുന്നു. ദൈവത്തിന് കണ്ണും മൂക്കും ചെവിയൊന്നും ഇല്ല എന്നും പറയുന്നു. എന്തോന്നിടേ ഇതൊക്കെ ഒരു ആരാധന ആയിക്കോ. ഈ പറയുന്ന പോലെ അന്ധമാവാതിരിക്കുക. നിനക്കൊന്നും ഒരു മൂളയില്ലെന്നുള്ള കാര്യം അറിയാം. കാര്യം ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരുത്തൻ്റെ വോയിസ് എടുത്ത് പുറത്തിട്ടതാ. ഈ പറയുന്ന എന്തുവരുന്ന ഒരുത്തൻ കാലിലെ അവൻ തന്നെ കടിക്കാറുണ്ട്, നീയൊക്കെ ചോദിക്കാൻ ആരാന്നൊക്കെയുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അത്ര വിവരമേ ഉള്ളൂ ഇതിനൊക്കെ, അല്ല വേറെ ഒന്നുമില്ല. ഇനി ഇവർക്കൊക്കെ നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ പറയുന്ന ജാസ്മിൻ്റെ വാപ്പ ഒരു വോയിസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗ്രൂപ്പുകളിൽ. ഹായ്, എൻ്റെ മകളെ ഈ ടോപ്പ് 5 എത്തിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാവരുടെയും വളരെ സ്നേഹം നിറഞ്ഞ നന്ദി. താങ്ക് യു. ഇത് മുബാറക്. ഇൻഷാ അല്ലാ ഇനി നമ്മളെല്ലാവരും ഓഡിയൻസാണ്, കണ്ടു തന്നെ അറിയാം. എന്തായാലും നമുക്ക് സന്തോഷം തന്നെയുള്ളൂ. നമ്മളെ സഹായിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും അങ്ങനെ നന്ദി പറഞ്ഞിരിക്കുകയാണ് പുള്ളിക്കാരൻ. എന്തായാലും കൊള്ളാം. എന്തായാലും കുറേ പണിയെടുത്ത കുറേ ആൾക്കാരുണ്ടല്ലോ. ഭയങ്കര ഇപ്പോൾ ഇതിനകത്ത് വോയിസിനകത്തൊക്കെ പറയുന്നുണ്ടായിരുന്നു PR വർക്ക് ഈ പറയുന്ന പോലെ ചെയ്യുന്നില്ല എന്നും, ജാസ്മിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ഇട്ടിട്ടില്ല എന്നൊക്കെ ഒരു വോയിസ് ക്ലബ്ബിൽ പറയുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് ജാസ്മിൻ്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ഇടാതെ വന്നു, എങ്ങനെ അങ്ങനെ ഒരു സാഹചര്യം വന്നു എന്ന് എല്ലാവർക്കും അറിയാം. അഫ്സലിൻ്റെ കയ്യിലായിരുന്നു ഈ പറയുന്ന ഇൻസ്റ്റഗ്രാമും കാര്യങ്ങളെല്ലാം. അതായത് ഇടാത്തൊരു സാഹചര്യം അവളായിട്ട് തന്നെ ഉണ്ടാക്കി, അതുകൊണ്ട് തന്നെ ഇങ്ങനെ വന്ന് അവസാനിച്ചു. ഓക്കെ, അപ്പം ഇനി വേറൊരു കാര്യം പറയാം. ഈ ജിൻഡോ കപ്പടിച്ചതിനെ പറ്റിയിട്ട് കുറേ ആൾക്കാർ വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള തംബ്നെയിൽസും, പ്രത്യേകിച്ച് കുറച്ച് മീഡിയാസ് ആൾക്കാർ മണ്ടൻ 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 എന്ന് പറഞ്ഞിട്ട് തംബ്നെയിൽ വെച്ചിരിക്കുക. അത് ഓരോ ആൾക്കാരോട് അഭിപ്രായങ്ങൾ പറയുമ്പോൾ, പ്രത്യേകിച്ച് ഈ എക്സ് കണ്ടസ്റ്റൻസ് ആയിട്ടുള്ള ആൾക്കാരോടെ അഭിപ്രായങ്ങൾ ചോദിക്കുമ്പം അവരവരുടെ ഒപ്പീനിയൻ ആയിട്ടുള്ള ഒരുപാട് കാര്യം പറയുന്നുണ്ട്. ചിലപ്പോൾ ജിൻഡോ ജയിച്ചാൽ കൊള്ളാം, അല്ലെങ്കിൽ വേറെ അർജുൻ ജയിച്ചാൽ കൊള്ളാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവരുടെ എല്ലാവരുടെയും തംബ്നെയിൽസും ഇതെല്ലാം പറയുന്നത് ജിൻഡോ മണ്ടനാണ്, ജിൻഡോ പൊട്ടനാണ്, ഇവൻ എങ്ങനെ ജയിക്കാൻ പറ്റി എന്നൊക്കെയുള്ള കാര്യമാണ്. എന്തിനാണ് ഈ പറയുന്ന ആ ഒരു പുള്ളിക്കാരനെ മണ്ടൻ 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 എന്ന് എല്ലാവരും വിളിക്കുന്നത്?
അയാൾ മണ്ടനായോണ്ടാണ് അവിടെ സീസൺ 6 കപ്പടിച്ചത്. അത് നീയൊക്കെ ചിന്തിക്ക്. ഒരു ബോധമില്ല നിനക്കൊന്നും. അല്ല, ഞാൻ അറിയാൻ മേലാണ്ട് ചോദിക്കുകയാണ്. ജിൻഡോ മണ്ടൻ എന്ന് പറഞ്ഞിട്ട് എല്ലാ എണ്ണം പറഞ്ഞുകൊണ്ട് കിടക്കുക. എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിൻ്റെ പേരിലാണെന്ന്. കാര്യം അയാളുടെ ആ ഒരു ബുദ്ധിയും കഴിവും ഉണ്ടായതിൻ്റെ പേരിലാണ് അയാൾക്ക് അവിടെ കപ്പടിക്കാൻ പറ്റിയത്. മണ്ടന്മാരൊന്നും ഒരു സീസണുകളിലും കപ്പടിച്ചില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ സീസണിൽ അഖിൽമാരാർ കപ്പടിച്ച വ്യക്തിയാണ്. അഖിൽമാരാർ എന്താ മണ്ടനായിട്ടാണോ അതോ കഴിവില്ലാത്ത വ്യക്തിയായിട്ടാണോ? പിന്നെ ജിൻഡോയെ സംബന്ധിച്ചുള്ളൊരു കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയത് പല കാര്യങ്ങളും പുള്ളിക്കാരന് ഇപ്പോൾ സംസാരിക്കുന്നതിനകത്തൊരു ബുദ്ധിമുട്ടുണ്ട്. അതായത് പറഞ്ഞ് നമ്മളെ ബോധ്യപ്പെടുത്താനായിട്ട് ഭയങ്കര പാടാണ്. ഒരു ക്ലാരിറ്റി ഇല്ല പുള്ളി പറയുന്ന കാര്യങ്ങൾക്ക്. അതിനകത്ത് മാത്രമേ എനിക്കൊരു കാര്യമായിട്ട് തോന്നിയിട്ടുള്ളൂ. അല്ലാതെ ജിൻഡോ എന്ന് പറയുന്ന ഒരു വ്യക്തി മണ്ടനാണെന്നും പൊട്ടനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും എന്നിട്ടും അതും വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നതിനകത്തോട്ട് എനിക്ക് വലിയ യോജിപ്പില്ല. അതുകൊണ്ട് എന്തായാലും അതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. എന്തായാലും നമ്മളെല്ലാവരും ആഗ്രഹിച്ച ഒരു വിജയ് തന്നെ ആയിരിക്കും ഈ ഒരു സീസണിൽ എന്ന് നമുക്ക് നേരിട്ട് ഇനി അത് കണ്ടു നോക്കാം. എന്തായാലും ഇനി കുറച്ച് മണിക്കൂറും കൂടി ബാക്കിയുള്ളൂ. അപ്പം ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.